എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോക്കനട്ട് ദോശ. ഉഴുന്നോ അതുപോലെ തന്നെ ഈസ്റ്റോ ഇനോ ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കോക്കനട്ട് ദോശ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. കോക്കനട്ട് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ആദ്യം നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. നന്നായി തിരുമ്മി എടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ. വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തെളിയുന്ന വരെയാണ് നമുക്കിതിൽ വെള്ളം മാറ്റി കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ എന്നും ഒരേപോലത്തെ ദോശ തന്നെ കഴിക്കാതെ ഇടയ്ക്ക് ഈ ഒരു രീതിയിലൊരു കോക്കനട്ട് ദോശയും കൂടി ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അപ്പോൾ അതാ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കഴുകിയെടുക്കുക. അങ്ങനെ ഇതാ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള പച്ചരിയാണിത്. ഇത് നമുക്കിനി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സോക്ക് ചെയ്ത് വെക്കുന്ന പോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ എന്താ നമ്മൾ അരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയുടെ വലിയ ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് ചേർക്കുന്നത് 1 കപ്പ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചോറാണ്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ചോറ് ചേർക്കുന്ന സമയത്ത് വൈറ്റ് റൈസ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല തൂവെള്ള കോക്കനട്ട് ദോശ നമുക്ക് കിട്ടുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ബസുമതി റൈസാണ് ചേർത്തിരിക്കുന്നത് 1/2 കപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പീരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെൻഡർ കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തേങ്ങാപ്പീര എടുക്കുന്ന സമയത്ത് ബ്രൗൺ കളറുള്ള പാർട്ട് എടുക്കാതെ നല്ല തൂവെള്ള തേങ്ങാപ്പീര വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ചേർക്കേണ്ടത് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം ചേർക്കുക, അതല്ലെങ്കിൽ കരിക്കും വെള്ളം ചേർക്കുക. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ 1/2 കപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് അരച്ചെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അങ്ങനെ അത് അരച്ച് വെച്ചിട്ടുള്ള നല്ല തൂവെള്ള മാവാണ് നമ്മളൊരു ബൗളിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ മിക്സ് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ വെച്ച് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എങ്കിലാണ് നന്നായി ഫെർമെൻറ്റേഷനായി വരികയുള്ളൂ. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു 12 മണിക്കൂറോ അതല്ലെങ്കിൽ ഓവർനൈറ്റ് ആണ് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കേണ്ടത്. അതുപോലെ ചോറ് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മട്ടരി ചോറാണെങ്കിൽ വെള്ളം അതിൽ കുതിർത്ത് ചേർത്ത് അരച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വെള്ള കളറിലുള്ള കോക്കനട്ട് ദോശ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത് രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈസ്റ്റോ അതുപോലെ തന്നെ ഉഴുന്നോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതുപോലത്തെ ഒരു കിണ്ണം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കമത്തി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. നമുക്ക് ആദ്യം കിണ്ണം ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലൊരു കിണ്ണം ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മാവൊക്കെ നന്നായി പതഞ്ഞ് പൊന്തി വരുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ബബിൾസ് ഒന്നും വല്ലാതെ പൊട്ടിച്ച് കളയാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മാവ് എന്തോരം പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. നിറയെ ബബിൾസാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. തക്കാളി ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. എൻ്റെ തക്കാളിക്ക് അത്ര ഒരു കളറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനെന്താ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്.
പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നവരൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 4 കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. ഞാൻ അതിൽ നിന്ന് വറ്റൽമുളകിനെ മാത്രം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത ശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് തക്കാളി ഒന്ന് വേവുന്ന വരെ ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളി നന്നായി ഒന്ന് വെന്തുടയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഒന്ന് കൂടി ഒന്ന് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കോക്കനട്ട് ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ എല്ലാ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യുക. ഇരുമ്പിൻ്റെ ദോശക്കല്ലായതുകൊണ്ട് തന്നെ നമുക്ക് സവാള വെച്ചിട്ട് ഒന്ന് തടവിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം മാവ് കോരി ഒഴിക്കാൻ. ചെറുതായിട്ടൊന്ന് മിഡിലൊന്ന് പരത്തി വയ്ക്കുന്നുണ്ട്. ഇനി ബബിൾസൊക്കെ വന്ന ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ തക്കാളിയൊക്കെ തണുത്ത ശേഷം ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ നമ്മുടെ കോക്കനട്ട് ദോശയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനത്തെ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്പം പുളി കൂടുതലുണ്ട് തക്കാളിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിനി തക്കാളി ചട്നി ഒരു ബൗളിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് കടുക് വറക്കണമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കടുകും കൂടി വറക്കാവുന്നതാണ്. എന്താ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കറി ലീവ്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്താ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ദോശയുടെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ തക്കാളി ചട്നി. അങ്ങനത്തെ നല്ല തൂവെള്ള കോക്കനട്ട് ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ദോശയിൽ കംപ്ലീറ്റ് ഹോളുകളും ഇതുപോലെ വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തൂവെള്ള നിറത്തിലുള്ള ഒരു ദോശയാണ് നമ്മുടെ ഈ കോക്കനട്ട് ദോശ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കാം. അങ്ങനത്തെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ കോക്കനട്ട് ദോശയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈസ്റ്റോ ഇനോയോ അതുപോലെ തന്നെ ഉഴുന്നോ ഉലുവയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളി ചട്നിയാണ്. അപ്പോൾ തക്കാളി ചട്നിയും കോക്കനട്ട് ദോശയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതാ പഞ്ഞി പോലത്തെ ദോശ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ദോശയാണ് ഈ കോക്കനട്ട് ദോശ. നിറയെ ഹോളുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. പുറകുവശം നല്ല ഗോൾഡൻ കളറായിട്ടും ഫ്രണ്ട് വശം നല്ല തൂവെള്ള നിറത്തിലാണ് ഈ ഒരു കോക്കനട്ട് ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.